നമസ്കാരം. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന FCRA ഭേദഗതി നിയമം രാജ്യത്ത് ഉടൻ നടപ്പാക്കണമെന്ന് HRDS ഇന്ത്യ സെക്രട്ടറി അജി കൃഷ്ണൻ പറയുന്നു. വിദേശ സംഭാവന നിയന്ത്രണ നിയമം അഥവാ ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് FCRA രാജ്യത്തെ സംഘടനകൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്നോ വിദേശ സ്ഥാപനങ്ങളിൽ നിന്നോ ലഭിക്കുന്ന സാമ്പത്തിക സഹായം നിയന്ത്രിക്കുന്നതിനായി കൊണ്ടുവന്ന നിയമമാണ്. ഈ നിയമത്തിന്റെ പ്രധാന ലക്ഷ്യം വിദേശ ഫണ്ടുകൾ രാജ്യസുരക്ഷയ്ക്കോ പൊതുതാൽപര്യത്തിനോ വിരുദ്ധമായി ഉപയോഗിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ്. FCRA നിയമത്തിനെ ഏറ്റവും അധികം എതിർക്കുന്നത് കേരളത്തിലാണെന്നും അജി കൃഷ്ണൻ ആരോപിക്കുന്നു. കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള FCRA അമെൻമെൻറ്റ് ആക്ടിനെതിരെ ഏറ്റവും കൂടുതൽ അതിശക്തമായിട്ട് ഒരു നെഗറ്റീവായിട്ട് പ്രതികരിക്കുന്ന ഏക സംസ്ഥാനം കേരളം മാത്രമാണ്. ഇവിടെ ക്രിസ്ത്യൻ മത മേലധ്യക്ഷന്മാർ ഒന്നടങ്കം ഈ ആക്ടിനെതിരായിട്ട് സംസാരിക്കുന്നു. ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇന്ത്യയിലെ മതമാറ്റ പ്രവർത്തനങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കൊണ്ടിരുന്ന ഫണ്ട് ചെലവഴിക്കാൻ പറ്റാതെ വരുന്നു എന്നുള്ളൊരു ടെൻഷൻ കൊണ്ടാണ് അവർ ഈ രൂപത്തിലേക്ക് വളരെ അസാധാരണമായ രൂപത്തിൽ പ്രതികരണത്തിലേക്ക് കടക്കുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അത് തന്നെയാണ്. കാരണം നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ അത്തരം രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടിരുന്ന ഇത്തരം നടപടികളെ ഈ രാജ്യത്ത് തന്നെ താമസിക്കുകയും ഇവിടുത്തെ എല്ലാ സുഖ സൗകര്യങ്ങളും അനുഭവിക്കുകയും ചെയ്യുന്നൊരു വിഭാഗം അതിനെ എതിർക്കുക എന്ന് പറയുന്നത് രാജ്യവിരുദ്ധത തന്നെയാണ്. അതിനെതിരെ ഇവർ കൊണ്ടിരുന്ന ഓരോ നീക്കങ്ങളും രാജ്യത്തിന് എതിരെ ഉള്ള പ്രവർത്തനങ്ങളായിട്ട് വേണം വിലയിരുത്താൻ. കേരളം ഉൾപ്പെടെയുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മതം മാറ്റ ലോബി പ്രവർത്തിക്കുന്നുണ്ടെന്നും അതിനെ പ്രതിരോധിക്കണമെന്നും അജി കൃഷ്ണൻ ആവശ്യപ്പെടുന്നു. തമിഴ്നാട്, കേരളം, കർണാടക, ആന്ധ്ര ഇത്തരം നമ്മുടെ സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളെ ആകെ ഈ ഇവാഞ്ചലിക്കൽ മൂവ്മെൻറ്റുകൾ കീഴ്പ്പെടുത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പം തമിഴ്നാടിൻ്റെ ഈ ആന്ധ്രയുടെയും കോസ്റ്റൽ ബെൽറ്റ് ടോട്ടലായിട്ട് തന്നെ മതം മാറ്റ ലോബിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ആ മേഖലകൾ മുഴുവൻ മതം മാറ്റം നടത്തി കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ സ്റ്റാലിൻ വന്നാലും ഇപ്പോൾ വിജയ് എന്ന് പറയുന്ന അടുത്ത മുഖ്യമന്ത്രി വന്നിരിക്കുന്നു തമിഴ്നാട്ടിൽ. പക്ഷേ ഇവരുടെ എല്ലാം പിന്നിൽ പ്രവർത്തിക്കുന്നത് വലിയ ക്രിസ്ത്യൻ മതം മാറ്റ ലോബി തന്നെയാണ്. ഇപ്പം ഉദാഹരണത്തിന് നമ്മുടെ വിജയുടെ ഗവൺമെൻറ് വന്നപ്പോൾ അതിനെ ഹെൽപ്പ് ചെയ്തതും അതിൻ്റെ അറേഞ്ച്മെൻറ്റ്സ്, സ്പോൺസർഷിപ്പ് അടക്കം മുഴുവൻ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത് നമുക്കെല്ലാവരും അറിയാവുന്ന ലോട്ടറി രാജാവ് സാന്തിയാഗോ മാർട്ടിനാണ്. സാന്തിയാഗോ മാർട്ടിൻ്റെ നേതൃത്വത്തിൽ ഉള്ള ഒരു സംവിധാനമാണ് ഈ വിജയെ മുഖ്യമന്ത്രി ആക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ ആന്ധ്രയിൽ എടുത്താലും കേരളം പിന്നെ പണ്ടേ ഇവരുടെ ഒരു കയ്യിലായിപ്പോയി കഴിഞ്ഞ സംസ്ഥാനമാണ്. കർണാടകത്തിൻ്റെ ഒരു ഭാഗം വളരെ വലിയ രൂപത്തിലേക്ക് ഈ മതം മാറ്റ ലോബിയുടെ ഒരു ഇടപെടൽ നടന്നിട്ടുള്ള സംസ്ഥാനമാണ്. ഈ ഒരു മേഖലകൾ മുഴുവൻ ഒന്നടങ്കം ഇന്ത്യയുടെ ഈ ഒരു പ്രദേശം ആകമാനം ക്രിസ്ത്യൻ മുസ്ലിം ഗ്രൂപ്പുകൾ കയ്യിൽ അവർ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സന്തുലിതാവസ്ഥ തന്നെ ആകപ്പാടെ താറുമാറാക്കി കളയാൻ സാധ്യതയുണ്ട്. അതിനൊക്കെതിരെ അതിശക്തമായ നിയമങ്ങൾ കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. അതിശക്തമായ രൂപത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതായിട്ടുണ്ട്. അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഇന്ത്യയെ താർക്കാനുള്ള ശ്രമത്തിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ വിധ്വംസക ശക്തികളെ സഹായിക്കുന്നുണ്ടെന്നും അജി കൃഷ്ണൻ പറയുന്നു. ആദിവാസി മേഖലകളിൽ പ്രവർത്തിക്കുന്ന നക്സൽ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നത് മതം മാറ്റ ലോബിയാണെന്നും വിവിധ സംസ്ഥാനങ്ങളിലെ ആദിവാസികളുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന HRDSന്റെ സെക്രട്ടറിയായ അജി കൃഷ്ണൻ ആരോപിക്കുന്നു. അതിവേഗം വളരുന്ന സാമ്പത്തിക ശക്തിയായി ഇന്ത്യ ലോകത്ത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ലോകരാജ്യങ്ങളുടെ ഇടയിൽ ഒരു മൂന്നാമത് സ്ഥാനത്തേക്ക് ഇന്ത്യയുടെ GDPയുടെ വളർച്ച വരുമ്പോൾ അതിനെതിരെ ഒട്ടനവധി മേഖലകളിൽ നിന്ന് ചില എതിർ ശബ്ദങ്ങളുണ്ടാകുന്നുണ്ട്. ഇപ്പം അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യക്കെതിരെ ഒരുപാട് മൂവ്മെൻറ്റുകൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്.
അപ്പം ഇത്തരം മൂവ്മെൻറ്റുകളെല്ലാം സഹായിക്കുന്ന രൂപത്തിലുള്ള നിലപാടുകളാണ് ഇവിടെ ഈ ആൻറ്റി നാഷണൽ ഗ്രൂപ്പുകൾ കൊണ്ടുവരുന്നത്. ഇപ്പം നമ്മുടെ ഉദാഹരണത്തിന് കൂടംകുളം ആണവ നിലയത്തിനെതിരെ അതിശക്തമായ സമരം നടക്കുകയുണ്ടായി ഒരു 10 വർഷം മുമ്പ്. അപ്പോൾ ആ സമരം ടോട്ടലായിട്ട് സ്പോൺസർ ചെയ്തത് അവിടുത്തെ ഒരു ചർച്ചുമായി ബന്ധപ്പെട്ട് ആ ചർച്ചിൻ്റെ FCRAയിൽ ഇവിടെ വന്ന പണം ഉപയോഗിച്ചിട്ടാണ് അന്ന് ആ സമരം സംഘടിപ്പിച്ചത്. അതുപോലെ തന്നെ രാജ്യത്തെ എല്ലാ വികസന പ്രവർത്തനങ്ങൾക്കും എതിര് നിൽക്കുന്ന ഒരു സമീപനം നമ്മുടെ വർഷങ്ങളായിട്ട് ഒരു 60-65 വർഷമായിട്ട് ഛത്തീസ്ഗഡ്, നമ്മുടെ ഒഡീഷ, ജാർഖണ്ഡ്, മധ്യപ്രദേശിൻ്റെ ഒരു ഭാഗം, അതുപോലെ നമ്മുടെ ആന്ധ്രയുടെ ഒരു ഭാഗം, ഈ ഒരു വലിയ മേഖല കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മാവോയിസ്റ്റ് നക്സൽ ഗ്രൂപ്പുകൾ, ഈ ഗ്രൂപ്പുകൾക്ക് പണം കൊടുത്ത് സഹായിക്കുന്ന ഒരു നിലപാട് ഈ ക്രിസ്ത്യൻ മിഷണറിമാർ നടത്തുന്നുണ്ട്. അവർക്കാകെ വേണ്ടത് ഇത്തരം മേഖലകളിലെ ആദിവാസി ജനതയെ കൂട്ടത്തോടെ മതം മാറ്റി അവരുടെ ഈ ക്രിസ്ത്യൻ സമൂഹത്തിലേക്ക് ആളെ കൂട്ടുന്ന ഒരു നടപടി എന്നുള്ള ഭാഗമായിട്ടാണ് അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിനെതിരാണ്. രാജ്യത്തിൻ്റെ വികസന പ്രവർത്തനങ്ങളെ ആകെ താറുമാറാക്കുന്നതിനുള്ള പരിപാടികളാണ് നടക്കുന്നത്. ഇത് തിരിച്ചറിഞ്ഞപ്പോഴാണ് നമ്മുടെ പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ, മോദിജിയുടെ നേതൃത്വത്തിൽ ഉള്ള ഗവൺമെൻറ് വന്നപ്പോൾ ഇത്തരം ഛിദ്ര ശക്തികൾക്കെതിരെ അതിശക്തമായ നിലപാടുകൾ എടുക്കുകയും അതനുസരിച്ച് ഇപ്പം ആ ഒരു മേഖല ഒരു സമാധാനത്തിൻ്റെ ഒരു പാതയിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇത്തരം പ്രവർത്തനങ്ങളെ എല്ലാം ഇല്ലായ്മ ചെയ്യുന്നതിനുള്ള ശ്രമങ്ങളാണ് മറ്റ് രാജ്യങ്ങളുടെ പണം വാങ്ങിക്കൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യൻ മുസ്ലിം ഗ്രൂപ്പുകൾ നടപ്പിലാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുസ്ലിം ഭീകരവാദത്തിൻ്റെ പ്രധാന സോഴ്സ് എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പണമാണ്. ഇപ്പം നമ്മുടെ അറബ് കൺട്രികളിൽ നിന്നും, അതുപോലെ അത്തരം ആ രൂപത്തിൽ ഇറാൻ, ഇറാഖ് പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന പണം കണ്ടമാനം ഈ മുസ്ലിം റവല്യൂഷണിസ്റ്റുകൾ ഉപയോഗിക്കുകയാണ്. അത്തരം പണം ഉപയോഗിച്ചിട്ടാണ് ഈ രാജ്യത്ത് കുഴപ്പങ്ങളുണ്ടാക്കാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. പാകിസ്ഥാൻ അതിനെ കണ്ടമാനം ഹെൽപ്പ് ചെയ്യുന്നു. ഇപ്പോൾ ഇത്തരം ഭീകരവാദികൾക്ക് അവരുടെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിനുള്ള ഒരു വലിയ ഇന്ധനമായിട്ട് ഈ FCRA വഴി വരുന്ന പണം ദുരുപയോഗപ്പെടുത്തുന്നുണ്ട്. അതിനൊക്കെ തടയിടേണ്ടത് ഒരു ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ഒരു ഗവൺമെൻറ്റിൻ്റെ കടമ തന്നെയാണ്. അതാണ് നമ്മുടെ മോദിജിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 25 അനുസരിച്ച് ഏതൊരു പൗരനും ഏത് മതത്തിലും വിശ്വസിക്കാനും ആചരിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള അവകാശമുണ്ട്. പക്ഷേ ഈ അവകാശം ഉപയോഗിച്ച് മറ്റുള്ളവരെ നിർബന്ധിച്ച് മതം മാറ്റാനോ പ്രലോഭിപ്പിച്ച് മതം മാറ്റാനോ കഴിയില്ല. നിർബന്ധിത മതപരിവർത്തനം തടയുന്നതിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമങ്ങൾ നിലവിലുണ്ട്. ഉത്തർപ്രദേശും മധ്യപ്രദേശും അടക്കമുള്ള സംസ്ഥാനങ്ങൾ ഇത് കർശനമായി നടപ്പിലാക്കുന്നുമുണ്ട്. കോടിക്കണക്കിന് രൂപ വിദേശത്തു നിന്ന് സംഭാവനയായി വിവിധ മതസംഘടനകൾക്ക് കിട്ടുന്നുണ്ട്. ഇതുകൊണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ ആതുരാലയങ്ങളോ നടത്തുന്നതിന് യാതൊരു എതിർപ്പും ആർക്കുമില്ല. എതിർപ്പുള്ളത് മതപരിവർത്തനത്തിന് ഈ പണം ഉപയോഗിക്കുമ്പോഴാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര കാര്യങ്ങളിൽ വിദേശ സ്വാധീനം ഉണ്ടാകാതെ ജാഗ്രത പുലർത്തേണ്ട ഉത്തരവാദിത്വം രാജ്യത്തെ ഭരണകൂടത്തിനു തന്നെയാണ്. എല്ലാ NGOകളും വിദേശ ഫണ്ടിന്റെ ഉറവിടവും ചെലവും സുതാര്യമാക്കിയാൽ തീരാവുന്ന പ്രശ്നമേയുള്ളൂ. പക്ഷേ ഇതിനു തയ്യാറാകാതെ എതിർപ്പുയർത്തുമ്പോൾ അതിനെ സംശയദൃഷ്ടിയോടെ മാത്രമേ കാണാൻ കഴിയൂ.